എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഔഷാദ്. റോയൽ ഗാർഡനിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ചക്കയുടെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ്. നമ്മുടെ വിയറ്റ്നാം സൂപ്പർ എയർലിയാണ് ഞാൻ എൻ്റെ ഈ സൈഡ് ഭാഗത്ത് കായ്ച്ചു കിടക്കുന്നത്. ഇതൊരു ഏകദേശം 4 വർഷത്തോളം പ്രായമായ ഒരു നമ്മുടെ പ്ലാവിൻ്റെ തൈയാണ് ഈ കാണുന്നത്. ഞാൻ ഇതുപോലെ എൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് സെറ്റ് ചെയ്തതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതുപോലെ നമുക്ക് കായ്ച്ചു കിട്ടേണ്ടതും ചിലയവർക്കൊക്കെ ഉള്ളൊരു സംശയമല്ല, കൂടുതലായിട്ടും കണ്ടുവരുന്നൊരു രോഗമാണ് നമ്മുടെ ഈ വിയറ്റ്നാം സൂപ്പർ എയർലി പോലുള്ള പ്ലാവുകൾക്ക് ഫംഗൽ രോഗങ്ങൾ. അതായത് ഒരു മഴക്കാലം കഴിയുന്ന സമയങ്ങളിൽ തന്നെ അതിന് കേട് വന്നിട്ട് ചീക്കൽ രോഗം വന്നിട്ട് ആ പ്ലാവിൻ്റെ തൈ ഉണങ്ങിപ്പോകുന്നത് കൂടുതൽ പേർക്കും ഉള്ളൊരു ഇതാണ്. അത് ആ വിയറ്റ്നാം സൂപ്പർ എയർലിക്ക് കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു രോഗം തന്നെയാണ്. അതിന് നമ്മളൊരു പ്രതിവിധി, എങ്ങനെയാണ് ഇതിന് കൂടുതലായിട്ട് നമുക്ക് ചക്ക ഉണ്ടാവുന്നത് ഒക്കെയുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. കാണുന്നത് ഞാൻ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് 2 പ്ലാവ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ നിങ്ങൾ, 4 വർഷം പ്രായമായതാണ്. മുകളിൽ ഭാഗത്തോളം നമ്മൾ പറയലില്ലേ, വേരിലും നമുക്ക് ചക്ക കായ്ക്കും എന്ന് പറഞ്ഞ രീതിയിൽ തന്നെയാണ് താഴെയോളം നമ്മൾ ഇതിങ്ങനെ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ചക്ക കായ്ക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കരുത്. നമ്മൾ ആദ്യം ഉള്ള ചക്കകൾ കംപ്ലീറ്റ് നമ്മൾ നുള്ളിക്കളയുക, 1-2 ചക്കകൾ മാത്രം നിലനിർത്തുക. ഇത് വേറൊരു പ്ലാവാണ്. ഇതിന്റെ താഴെ ഭാഗം കണ്ട വലിയ ചക്കയാണ്, അത്യാവശ്യം നമുക്ക് തരക്കേടില്ലാത്ത രീതിയിൽ തന്നെയാണ്. കണ്ടില്ലേ, ഇതും 4 വർഷം, രണ്ടും ഒരു സമയത്ത് വെച്ചാണ്, രണ്ടും ഏകദേശം അടുത്തടുത്തായിട്ട് തന്നെ വെച്ച ഒരു പ്ലാവിന്റെ തൈയാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എന്ത് വളപ്രയോഗമാണ്, എന്താണ് ഇതിന്റെ പരിചരണം എന്ന് നമുക്കൊന്ന് നോക്കാം. അതുപോലെ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ ഏതൊരു നഴ്സറിയിൽ നിന്നും ഒരു പ്ലാവിൻ്റെ തൈകൾ നമ്മൾ വാങ്ങിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത്, നമ്മൾ ആദ്യം നിലത്ത് വെക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ കൂടുതൽ പേരും ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഡ്രമ്മിലോ ചട്ടിയിലോ വെച്ച് കഴിഞ്ഞാൽ ചക്ക കിട്ടൂലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടും. 1-2 ചക്കകളെ നമുക്ക് കിട്ടുകയുള്ളൂ. അത് ആരോഗ്യം കുറവായിരിക്കും. സ്ഥലമില്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് കൂടുതലായിട്ട് നമ്മൾ നിലത്ത് തന്നെ സെറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതങ്ങനെ നിലത്ത് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മിനിമം ഒരു 2 അടി താഴ്ചയും 2 അടി വീതിയിലുള്ള ഒരു കുഴിയെടുക്കാൻ ശ്രദ്ധിക്കുക. ആ കുഴിയെടുത്തതിന് ശേഷം നമ്മൾ pH ബാലൻസ് ചെയ്യുക. pH ബാലൻസ് ചെയ്യാൻ എന്ത് വേണം, നമ്മൾ കുമ്മായമോ ഡോളോമേറ്റോ നമ്മൾ ഒരു 100 ഗ്രാം തോതിൽ ആ കുഴിയിൽ 2 അടി താഴ്ചയും 2 അടി വീതിയുള്ള കുഴിയെടുക്കുക. കുഴിയിലൊന്ന് ഇട്ട് കൊടുക്കുക, വിതറി കൊടുക്കുക. മുകളിലിട്ട മണ്ണിലേക്ക് ആ മണ്ണ് കോരി മുകളിൽ തന്നെ ഇട്ടിരിക്കണം. ആ മണ്ണിലും കൂടി ഒന്ന് വിതറി കൊടുക്കുക. മിനിമം ഒരു 10 ദിവസമെങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്യണം. ചെറിയ രീതിയിൽ മഴയില്ലാത്ത സമയങ്ങളിലാണ് നിങ്ങൾ വെക്കുന്നുണ്ടെങ്കിൽ ഒന്ന് നനച്ചു കൊടുക്കുക. എന്നാൽ കൂടുതലായിട്ട് വെള്ളം വേണ്ട, ചെറിയൊരു രീതിയിൽ നനച്ചു കൊടുക്കുക. അത് 2-3 ദിവസം കൂടുമ്പോൾ ചെറിയ രീതിയിലൊന്ന് നനച്ചു കൊടുത്ത് അതിന് pH ബാലൻസ് ചെയ്യുക. ആദ്യം ചെയ്യേണ്ട കാര്യം അതാണ്. നമ്മളൊരു 10 ദിവസം വെയിറ്റ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യണം, കൂടുതൽ പേര് ചെയ്യുന്നതാണ് അടിവളം നന്നായിട്ട് കൊടുക്കുക, മുകളിൽ മണ്ണിടുക. അങ്ങനെ ചെയ്യരുത്, കാരണം ഇതിന്റെ വേര് താഴെ എത്തണമെങ്കിൽ കുറച്ച് താമസം എടുക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, പ്ലാവ് വെച്ച ഉടനെ തന്നെ നമുക്കിത് വളപ്രയോഗം കിട്ടണമെങ്കിൽ നമ്മൾ 1 കൊട്ട ചാണകപ്പൊടി, കരക്കെടുത്തിട്ട മണ്ണിലേക്ക് 1 കൊട്ട ചാണകപ്പൊടിയും അതുപോലെ ഒരു 1/2 കിലോ എല്ലുപൊടിയും ഒരു 100-150 ഗ്രാം വേപ്പും പിണ്ണാക്കും കൂടിയിട്ട് ഇതിന് ശേഷം അതിനൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ചെറിയ തൈയാണെങ്കിൽ, വലിയ തൈയാണെങ്കിൽ ഒരു വർഷമോ 1.5 വർഷമോ 2 വർഷമോ പ്രായമുള്ള തൈയാണെങ്കിൽ 1 കൊട്ട ചാണകപ്പൊടിയും 1 കിലോ എല്ലുപൊടിയും ഒരു 250 ഗ്രാം വേപ്പും പിണ്ണാക്കും കൂടി അതിനൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് ആ കുഴി കംപ്ലീറ്റ് മൂടുക. ആ 2 അടി താഴ്ചയുള്ള കുഴിയിലേക്ക് കംപ്ലീറ്റ് മണ്ണ് തട്ടിയിട്ട് മൂടുക. നിങ്ങളുടെ ഗ്രോ ബാഗ് എത്ര വലിപ്പമുണ്ടോ ആ വലിപ്പത്തിനനുസരിച്ചിട്ട് പിള്ളക്കുഴി എടുക്കുക, അതിലേക്ക് പ്ലാന്റ് ചെയ്യുക. ആദ്യം ചെയ്യേണ്ട കാര്യം അതാണ്. അതിന് ചെറിയൊരു തടം എടുത്തു കൊടുക്കുക, ചെറിയ രീതിയിൽ നനച്ചു കൊടുക്കുക. പിന്നീട് 1 വർഷം വരെയുള്ള വളപ്രയോഗം നമ്മൾ അവിടെ ചെയ്തു കഴിഞ്ഞു. പിന്നെ കായ്ക്കുന്ന സമയങ്ങളിൽ മാത്രം നിങ്ങൾ ഇതേപോലെ നിങ്ങൾ ചാണകപ്പൊടി, എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും ചെയ്യുക. പിന്നീട് ചെയ്യേണ്ട ഒരു കാര്യം, ഇതിൽ കൂടുതലായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, ഫംഗൽ രോഗങ്ങൾ വരുന്നുണ്ട് ഈ വിയറ്റ്നാം സൂപ്പർ എയർലി പോലുള്ള പ്ലാവുകൾക്ക്. അതിന് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഈ തടി ഉൾപ്പെടെ നമ്മളൊരു ബ്രഷ് വെച്ചിട്ട് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നമ്മുടെ ഒന്നുകിൽ COC ചെയ്യുക, കോപ്പർ ഓക്സിക്ലോറൈഡ് ചെയ്യുക, അല്ലെങ്കിൽ സാഫ് പോലുള്ള ഫംഗിസൈഡുകൾ പേസ്റ്റ് രൂപത്തിലാക്കി ഇതിന്റെ ബെഡ് മുതൽ നമ്മൾ വെക്കുന്ന സമയങ്ങളിൽ ബെഡ് എപ്പോഴും മുകളിൽ തന്നെ ആയിരിക്കണം. ബെഡ് മണ്ണിന്റെ അടിയിലേക്ക് പോകാൻ പാടില്ല. അതിന് മുകളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, മഴക്കാലങ്ങളിൽ തുടങ്ങുന്ന സമയങ്ങളിൽ, പുതുമഴ 1-2 കഴിഞ്ഞ പാടെ മുകളിൽ നിന്ന് നമ്മളൊരു കൈ എത്തുന്നത് വരെ നമ്മൾ പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ബ്രഷ് കൊണ്ട് നമ്മൾ തേച്ച് കൊടുക്കുക. ഈ ഫംഗൽ, കറയൊലിപ്പ്, അതുപോലെ കമ്പുണക്കം അങ്ങനെയുള്ള രോഗങ്ങൾ വരുന്നതിന് മുമ്പേ നമ്മൾ ചെയ്യണം. ഫംഗൽ വന്നതിന് ശേഷം നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. പെട്ടെന്ന് ഇതിന് ഫംഗൽ രോഗങ്ങൾ വരുന്നതാണ്, ആ പ്ലാവ് ഉണങ്ങിപ്പോകുന്നതാണ്. പിന്നീട് നമ്മൾ ചെയ്യേണ്ടത്, മഴക്കാലങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കാതെ ഒന്ന് ശ്രദ്ധിക്കുക. ചുവട്ടിൽ വെള്ളം കെട്ടി നിൽക്കാതെ മണ്ണ് കുറച്ച് കയറ്റി കൊടുക്കുക.
വെള്ളത്തിനെ നമ്മൾ ഒഴിവാക്കി കൊടുക്കുക. എങ്കിൽ നമ്മുടെ ഈ വിയറ്റ്നാം സൂപ്പർ എയർലി പോലുള്ള പ്ലാവുകൾക്ക് ഒരു രോഗവും വരില്ല. നമുക്കിത് വർഷാവർഷം ഇതുപോലെ നമുക്ക് കായ്ച്ചു കിട്ടുന്നതാണ്. പിന്നീട് നമ്മൾ ചെയ്യേണ്ട ചക്ക പൊട്ടുന്ന സമയങ്ങളിൽ ആദ്യം കൂടുതൽ ഇതുപോലെ ചക്കകൾ പൊട്ടുന്നുണ്ടെങ്കിൽ പൊട്ടിച്ച് കളഞ്ഞു കൊടുക്കുക. 1-2 ചക്കകൾ നിലനിർത്തുക. അതിന്റെ സ്റ്റെബിനെ വണ്ണം വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അനുവദിക്കുക. ഇതിപ്പോൾ 4 വർഷം കഴിഞ്ഞ തൈയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ചക്ക ഞാൻ നിലനിർത്തിയത്. അപ്പം നമ്മൾ അതുപോലെ നേരെ പോകുന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഇതിനൊന്ന് പ്രൂൺ ചെയ്ത് കട്ട് ചെയ്ത് ഇതിനൊന്ന് ഷെയ്പ്പാക്കി കൊടുക്കുക. ഞാൻ ഇവിടുന്നൊക്കെ കട്ട് ചെയ്ത് ഇതിന് ഷെയ്പ്പാക്കിയതാണ്. അപ്പോൾ ആ ഷെയ്പ്പാക്കി കൊടുത്ത് ഒരു ബുഷായിട്ട് അതിനെ നിലനിർത്താൻ ശ്രദ്ധിക്കുക. നേരെ പോകാൻ വിടാതെ, ഇപ്പം വിയറ്റ്നാം സൂപ്പർ എയർലി ആയാലും നേരെ നമ്മൾ ഒറ്റ സ്റ്റമ്പായിട്ട് പോകുന്നെങ്കിൽ നേരെ തന്നെ പോയി കളയും. അതിനനുവദിക്കരുത്. അതിന് കട്ട് ചെയ്തിട്ട് അതിനൊന്ന് ബുഷായി കൊടുക്കാനും ഒന്ന് ശ്രദ്ധിക്കുക. പിന്നീട് നമ്മൾ ഇലകളിലും ഒന്ന് നമ്മുടെ സാഫ് പോലുള്ള ഫംഗിസൈഡ് മഴക്കാലങ്ങളിൽ ഒരു 1-2 പ്രാവശ്യം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അടിയിൽ ഉൾപ്പെടെ ഒന്ന് മഴയില്ലാത്ത സമയങ്ങളിൽ രാവിലെയോ വൈകുന്നേരങ്ങളിലോ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ സാഫ് ഫംഗിസൈഡ് ഞാൻ നേരത്തെ പറഞ്ഞു, തടിക്കൊന്ന് സ്റ്റെമ്പിനൊന്ന് ബ്രഷ് വെച്ചിട്ട് അടിച്ചു കൊടുക്കുക. അതുപോലെ ഇലകളിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ മഴക്കാലങ്ങളിൽ ഒരു 1-2 പ്രാവശ്യം നമ്മുടെ 1 ലിറ്റർ വെള്ളത്തിൽ 3 ഗ്രാം തോതിൽ ഇടാൻ പാടുള്ളൂ. കൂടുതലായി പോറ് നമ്മുടെ സാഫ് തന്നെ ഫംഗിസൈഡ് വെള്ളത്തിൽ കലക്കിയിട്ട് ചോട്ടിലും കൂടി ഒന്ന് ഒരു 2-3 ലിറ്റർ വെള്ളത്തിൽ ഒരു 10 ഗ്രാം എടുത്ത് 2-3 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ചോട്ടിലും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക മഴയില്ലാത്ത സമയങ്ങളിൽ. അപ്പോൾ മണ്ണിൽ നിന്നുള്ള ഒരു രോഗങ്ങളും വരുന്നതില്ല. അത് ഒരു വർഷത്തിൽ 1-2 പ്രാവശ്യം അതുപോലെ ചെയ്യുക. പലവരും പറയും അന്നേരം നമ്മുടെ ഈ ചക്ക പ്ലാവ് വെച്ചിട്ട് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. പക്ഷെ അതുപോലെയല്ല, വിയറ്റ്നാം സൂപ്പർ എയർലി പോലുള്ള പ്ലാവുകൾക്ക് കേടുബാധ കൂടുതലാണ്. അപ്പം നമ്മൾ ഇതുപോലുള്ള ശ്രദ്ധിച്ചാൽ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ പ്ലാവ് എന്നും നിലനിൽക്കുകയുള്ളൂ. അപ്പം ഇത്രയുമാണ് നമ്മുടെ വിയറ്റ്നാം സൂപ്പർ എയർലി പോലുള്ള പ്ലാവുകളുടെ പരിചരണം. അപ്പം ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനിയൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.